അടി ഇടി വെടി പുക അടി ഇടി വെടി പുക അടി ഇടി വെടി പുക അടി ഇടി വെടി പുക. എന്തപ്പോ നിങ്ങൾ കാട്ടുന്നത് രണ്ടാളും കൂടിയിട്ട് ഇവിടെ എന്ത് കുടിച്ചാണ് രണ്ടാളും? വരും 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 നടന്നിറാക്കല്ലേ എന്റെ പൊന്നാര മക്കളെ. ഓ രണ്ട് വൈക്ക് ഒന്ന് കേക്കാണെങ്കിൽ ഒന്ന് തേക്ക് കുടിച്ചാണെങ്കിൽ വന്നിട്ട് രണ്ടാളും എന്ത് അനുസരണമില്ലാത്ത ആളുകളാണ് റബ്ബേ. എനിക്ക് നിശ്ചയില്ല. മറ്റാൾക്ക് കൊടുക്കാ പ്ലായിന്റെ എവിടുന്നാ കിട്ടുക? വരി ആമിന ബാ ഇത് വന്ന് കുടിച്ചാൽ എന്റെ കുട്ടി എന്റെ പൊന്നു മോള് വായോ. മടെ പൊന്നു മോളല്ലേ, ഇത് വന്ന് കുറച്ച് കുടിച്ചാ ഉരുത്തല്ലാത്ത ആടുകളാണ്. ഓ ആ നാറ് കട്ടോടെ കിടന്നിട്ട് കിടക്കുന്നുണ്ട്. ബാ ഇതൊന്ന് വന്ന് കുടിച്ചോക്ക്. ആ ചേക്കനോട് ഞാൻ കുറച്ച് പ്ലായിന്റെ കൊണ്ടുപോകാൻ പറ്റില്ലായിരുന്നു. ആ വൃത്തിയുടെ ചെക്കനെ കൂടെ വന്നിട്ടില്ല മനസ്സിനെ അടങ്ങാക്കാനായിട്ട്. എന്റെ പടച്ചോനെ ബറ്റകൾക്ക് ഞാൻ എന്ത് ഇല കൊടുക്കുക? ഓഹ് ഇങ്ങനെ ഒരു ആടുകള് ആ കൊടുന്നേരം ആരെങ്കിലും ഉണ്ടോ? ഇതൊക്കെ തിന്ന ഒറ്റോളം ഒരു ഈസ ഉണ്ടാവുള്ളൂ. എന്റെ മക്കാച്ചി തങ്ങൾ പോവാ എന്തായാലോ ഇത് പാടകല്ലേ. എന്റെ മമ്പർത്ത് തങ്ങളെ ഞാൻ ഇപ്പൊ ഒറ്റകൾക്ക് എവിടുന്നായ പ്ലാവിന്റെ ഇല കണ്ടുപിടിച്ചു കൊടുക്കുക? ഒറ്റോളാണെങ്കിൽ ഒരു സാധനം തിന്നണില്ല. എന്താ ചെയ്ത്താനോ? എന്താ റബ്ബേ എന്നെ അടങ്ങറാക്കൂത്. ചെയ്ത്താനല്ല മകളെ, മഹാബലി തമ്പുരാനാണ്. മഹാബലിയോ? അത് ആരാ മോനെ? അറിയില്ലേ? പ്രജകളെ കാണാനെത്തുന്ന മഹാബലി തമ്പുരാൻ. അതിന് ഓണായിട്ടില്ലല്ലോ കുട്ടിയേച്ചി. പിന്നെ എന്തിനാ നേരത്തെ കാലത്തൊക്കെ പോന്നിക്കണത്? കേരളത്തിൽ എല്ലാ ഭാഗത്തും റോഡ് പണി നടക്കല്ലേ? അവിടെ നിൽക്ക് എന്നിട്ട് പറയിക്കാന്നെ പേടിയാച്ച് ചെയ്ത്താനാണോ? മകൾ ഇങ്ങോട്ട് വരൂ, ഞാൻ പറയാം. വരൂ ഇങ്ങോട്ട് വരൂ, ഞാൻ ഒന്നും ചെയ്യില്ല. എന്റെ മമ്പർത്ത് ഞങ്ങൾ എന്നെ കാത്തോളണേ. എന്റെ ചുരി കാണുമ്പോ എന്നൊക്കെ പേടിയാവുന്നുണ്ട് മോനെ. എന്നെ ഒന്നും ചെയ്യരുതിട്ടാ. ഇല്ല മകളെ, നാം ഒന്നും ചെയ്യില്ല, വന്നോളൂ. എല്ലാ കുട്ടിയെ എന്റെ പേരെന്താ? എന്റെ പേരറിയില്ലേ? ഞാനാണ് മഹാബലി തമ്പുരാൻ. ഓണനാളിൽ നിങ്ങളെ പ്രജകളെ വിശേഷങ്ങൾ അറിയാനെത്തുന്ന മഹാബലി തമ്പുരാനാണ്. ഓ നമ്മുടെ മാവേലി. അത് ശരി. ഇപ്പൊ എന്തിനാ നേരത്തെ കാലത്ത് പോന്നു മോനെ? ഈ കേരളത്തിൽ എമ്പാടും റോഡ് പണികൾ നടക്കുന്നു. നിങ്ങൾ ഒരു പൈലിൻ മെഷീൻ പൈര് വന്ന് അടിച്ചപ്പോ ആ പ്രശ്നത്തിലേക്ക് പോന്നതാ. തലക്കെന്തിന് പറ്റി എന്റെ കുട്ടിയുടെ? ഏയ് കിരീടമുള്ളത് രക്ഷപ്പെട്ടു. ഭാഗ്യം. എനിക്ക് ആ ഓട ഒന്നും ഇല്ലേനെ. എന്നിട്ടിപ്പൊ കുഴപ്പമൊന്നും ഇല്ല എനക്ക്. ഒന്നുമില്ല. മകളുടെ പേരെന്താ? എന്റെ പേര് പാത്തുമ്മ. ഇഷ്ടായി എനക്ക്? പിന്നെ വളരെ ഇഷ്ടായി. അതെ നിങ്ങൾ ഈ ഒച്ച അല്ലല്ലോ മാവേലിക്ക്. പാത്രത്തിന് ഏത് ശബ്ദമാണ് കേട്ടിരിക്കുന്നത്? ഞാൻ പൊന്നെ ചുരുക്കല്ലട്ടാ. എന്റെ ചുരു കാണുമ്പോ സത്യത്തൊക്കെ പേടിയാവുന്നുണ്ട്. ചുരുക്കണ്ട. അല്ല ഒന്ന് മോനെ, നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ ഒച്ചല്ലല്ലോ കേക്കാറ്. പിന്നെ നമ്മുടെ സിനിമാ നടന്റെ ഒച്ചല്ലേ കേക്കാറ്? സിനിമ നടന്നോ? അതാരാ മനസ്സിലായില്ലല്ലോ. ഇന്നസെന്റ് എന്ന് കേട്ടിട്ടില്ലേ? ഇല്ല. അങ്ങനെ ആളുണ്ടോ? ദേ മാവേലി കൊമ്പത്ത് എന്ന് കേട്ടിട്ടുണ്ടാ? ഇല്ലല്ലോ. കുട്ടിയത്തോടെ ഓണത്തിനടക്ക അങ്ങനെ എന്തോന്ന് കേട്ടിട്ടുണ്ടാ? ഓ ഇല്ല ഇല്ല പാത്തുമ്മ, പറയൂ എന്താ കാര്യം? എന്റെ റബ്ബേ, ഞാൻ ഈ മാവേലിനെ എങ്ങനെ ഇതൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക? മനുഷ്യ ഇന്നസെന്റ് എന്ന് പറഞ്ഞിട്ടേ കേരളത്തിൽ ഒരു നടണ്ടായിരുന്നു. ആ പുള്ളിക്കാരെ പഠിത്തം മരിച്ചു പോയത്. നല്ല കലാകാരനാണ്. അദ്ദേഹം മാവേലിയായിരുന്നു. അതാണ് എനിക്ക് ഞാൻ പറഞ്ഞു തരുന്നത്. അതെ പുള്ളിക്കാരൻ അഭിനയിച്ച സിനിമയാണ് ഗോഡ് ഫാദർ, വിയറ്റ്നാം കോളനി, ക്രോണിക് ബാച്ചിലർ, അങ്ങനെ വേണ്ടെന്റെ മോനെ ഒരുപാട് സിനിമയിൽ പുള്ളി അഭിനയിച്ചിട്ടുണ്ട്. പോരാത്തതിന് രാഷ്ട്രീയത്തിൽ നിന്നിട്ട് MP ആയിട്ടുണ്ട്. പക്ഷെ എന്തു പറയാനാ, നമ്മുടെ കഷ്ടകാലം പുള്ളിക്കാരൻ ഒരു മാസം മുന്നേ മരിച്ചുപോയി. ആണോ? അങ്ങനെ മലയാളത്തിലുണ്ടായിരുന്നു. അതും ഇതുമായി എന്താ ബന്ധം മകളെ പറയും? അതെ ഞങ്ങള് കേരളീയർക്ക് മാവേലി എന്ന് പറഞ്ഞ ഞങ്ങളുടെ ഇന്നച്ചനാ. ആണോ? പറയൂ പാത്തുമ്മ, നിനക്ക് എന്ത് വരമാണ് വേണ്ടത്? അതെ ഇക്ക് വരൊന്നും വേണ്ട. പിന്നെ ഇക്കൊരു സഹായം ചെയ്യുങ്ങള് പറഞ്ഞോളൂ. ഞമ്മക്ക് രണ്ടാക്കും കൂടി വൈറലായാല. റൂം എടുക്കാം. ആ വൈറലല്ല. പിന്നെ മാവേലിയുടെ കോലും കണ്ണാലിയുടെ കീലും എന്ത് മാവേലിയാണ്. പിന്നെ എന്താന്ന് പറയൂ എന്റെ പാത്തു. പൊന്നു മാവേലിയെ ഇപ്പൊ ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ ആൾക്കാർ വൈറലാവാറില്ലേ? ഓ
നിങ്ങളുടെ കേരളത്തിലെ സ്റ്റൈല് അങ്ങനെ എന്ത് വൃത്തിയോട് പറഞ്ഞാലും വൈറലാകുന്ന കാലഘട്ടമാണല്ലോ കേരളത്തിൽ. അപ്പൊ അതാണ് ഉദ്ദേശിച്ചത്. പൊന്നു മാവേലിയെ നമ്മക്ക് രണ്ടാക്കുന്നു വയറിലായാലെന്താ? ഓ, ഞാൻ എന്താ ചെയ്യേണ്ടത് പറയൂ. അതിന് നിങ്ങൾ ആദ്യം വേണ്ടത് നിങ്ങൾ ഈ ഒച്ച മാറ്റണം. എന്ത് ശബ്ദം മാറ്റാനോ? അതെങ്ങനെ? ഏയ് ഞാൻ ഇപ്പൊ നേരത്തെ പറഞ്ഞില്ല ഇന്നസെന്റിന്റെ കാര്യം. ആ പുള്ളിക്കാരന്റെ ഒച്ച ആക്കിയാല് അപ്പോഴേ നിങ്ങൾ ആൾക്കാര് മാവേലിയാന്ന് വിചാരിക്കുള്ളൂ. എനിക്കന്ന് അദ്ദേഹത്തിന് ശബ്ദം അറിയില്ലല്ലോ പാത്തു. അതിന് ഞാൻ പഠിപ്പിച്ചേരാ. പഠിപ്പിക്കുന്ന ആളാണോ? നിങ്ങൾ ഇങ്ങോട്ട് തിരിഞ്ഞേക്ക്, ഇങ്ങോട്ട് നീങ്ങിക്കേ, ഇങ്ങോട്ട് ഇങ്ങനെ വെക്കേ, എന്നിട്ട് ഇങ്ങനെ പിടിക്കും. അങ്ങനെയല്ല മനസ്സാ, ഇങ്ങോട്ട്. ഞാനല്ലേ ഞാൻ ചെയ്യണ കാണാൻ പറ്റുള്ളൂ. ഇങ്ങനെ പിടിച്ചിട്ട് കാട്ടിക്കേ. അങ്ങനെയല്ലെന്നു പിന്നെ ഒന്നും കൂടി കാണിക്കും. ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ അങ്ങനെ കാട്ടിക്കേ. അങ്ങനെ തന്നെ ഒന്നുകൂടെ കാട്ടിക്ക. ഇതെന്നെ ഇങ്ങളെ ശരിക്കും മാവേലിയായിട്ട് പൊളിക്കും. എന്നാ പിന്നെ നമുക്ക് പോയാലോ? ഇതിന് ഭ്രാന്തായ വന്നോളൂ. ഇതെന്ത് വെറുപ്പിക്കലായതൊരു ബാബതി എന്ന് ഞാൻ പാത്തുവാണ്. പാത്തുപാവതി വന്നോളൂ. പാത്തുപാവതി അല്ലാന്നോ? നിങ്ങളടുത്ത് 5 ഉറുപ്പ്യ വരാണ്ടാവോ? പൈസയോ? എന്തിനാ പൈസ പാത്തു? എനിക്ക് മുറുക്കാൻ മേടിക്കാനായിരുന്നു. ഇപ്പൊ ആരും പൈസ നടക്കുന്നത് എല്ലാം ഗൂഗിൾ പേ ഫോൺ പേ അല്ലേ? വരൂ, മുറുക്കാൻ വാങ്ങിയത് വേണ്ടുള്ളൂ. ശരി. അല്ല ഈ മുറുക്കാനോട് പാത്തു ഞമ്മക്ക് വയറിലാവുമ്പോ തിന്നാനോ? അത് കൊള്ളാം. എനിക്ക് പാത്തുവിന് കല്യാണം കഴിച്ചാൽ മതിയായിരുന്നു. ഇങ്ങനെ പാത്തു ഇവിടെ തന്നെയാണ് പാത്തു. പാത്തുന്റെ എത്ര ആശ്ചര്യത്തിൽ നോക്കുന്നേ. നിങ്ങൾ അതിനുള്ളിൽ കൈയിട്ടാലും മനസ്സിനെ ഈ ഓൾസിലേക്കോ? പാത്തു കഴിച്ചിട്ട് നോക്കട്ടെ. ഇതിനൊന്നുമില്ലല്ലോ. ചിലപ്പോ അപ്പുറത്തേക്കാരും പാമ്പ് പോയി ഉണ്ടാവുക. പാത്തിന്റെ പലപ്പോഴായിട്ട് പറ്റിക്കാൻ ശ്രമിക്കുന്നു. നമ്മൾ അങ്ങനെ ചെയ്യൂ. വയറിലാവട്ടെ. വയറിലാവണം. പക്ഷേ നമ്മള് വൈറലാവാനാണ്, അല്ലാതെ കുടുംബത്തിൽ പോകാനല്ല നിക്കണത്. നേരം പോലെ നടന്നാ മതി. പാത്തിനെ കൊണ്ട് ഞാൻ തോറ്റു. മാവേലി മകനെ, സുഖല്ലേ? സുഖല്ലേ? എന്തിനും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയണം. ഓ അല്ല, നിങ്ങള് ബുദ്ധിമുട്ടൊക്കെ തീർക്കാൻ നടക്കണാളാ? പിന്നെ പണ്ട് ഞാൻ ഭരിച്ചിരുന്ന കാലത്ത് കേട്ടിട്ടില്ലേ? മാവേലി അറിയും, അങ്ങോട്ട് നീക്ക. പണ്ട് നിങ്ങൾ ഭരിച്ചിരുന്ന കാലത്ത് കേട്ടിട്ടില്ല പാട്ട്? മാവേലി മാറുവാണിതും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ, കള്ളവുമില്ല ചതിയുമില്ല എല്ലമില്ല പൊളിവചനം. മാവേലി പറഞ്ഞ പോലെ അല്ല ഇന്ന് കേരളം. ഇന്നിവിടെ മൊത്തം കള്ളും ചതിയാ. ചേട്ടാ ഇവിടെ മുറുക്കണ്ട ഇവിടെ ഉണ്ടെന്ന്. ഓ, എന്നാൽ 2 മാസത്തേക്ക് മുറുക്കാനുള്ള എന്റെ പാത്തിന് മുറുക്കാൻ കൊടുക്കും. എന്തെങ്കിലും കൊല്ലാൻ കൊണ്ടുവന്നതാ? നിങ്ങൾ കൊല്ലാൻ കൊണ്ടുവന്നതാ? മുറുക്ക് പാത്തു, നീ കുറച്ച് ദിവസമാക്കി എടുക്കാൻ മുറിഞ്ഞു. മകനെ മുറുക്കാൻ തരൂ. ഇന്ന് കിട്ടുമോ? ഓ, എത്രയായി? ഓക്കെ. നിങ്ങൾ കാട്ടിയത് ഞാൻ പൈസ സ്കാൻ ചെയ്തു. ഇതാണ് പാതാളത്തിലെ സ്കാനർ. എന്നാ നമുക്ക് കേട്ടോ? അല്ല മാവേലിയെ, എന്നാ നമുക്ക് ഇവരോടൊക്കെ ഒരു ചോദ്യം ചോദിച്ചാലോ? ചോദിക്കണോ? എന്തേലും ചോദിച്ചിട്ട് പാവങ്ങൾക്ക് സമ്മാനം കൊടുക്കാറേ. സമ്മാനം കൊടുക്കണോ? ഓക്കെ. പേരെങ്ങനെ? കേട്ടില്ല. വേലായുധൻ. ഓക്കെ, വേലായുധനാ പുള്ളിയോട് ചോദിച്ചു. അപ്പൊ വേലായുധനോട് ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ.
ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ മലയാളത്തിന് മാത്രമേ ഉത്തരം പറയാൻ പറ്റുള്ളൂ. ആ മലയാളം തന്നെ അറിയുള്ളൂ അല്ലേ? ശരി, അപ്പൊ എന്നാ മലയാളത്തിൽ തന്നെ ആയിക്കോട്ടെ. നിങ്ങളെന്തൊക്കെ പഠിക്കണേ? എന്താ പഠിക്കണേ? നാടാണ്. അത് ശരി. എന്താ വന്നത്? സാധനം മേടിക്കാൻ വന്ന. രാവിലെ മുതൽ എന്താ കഴിച്ച്? വീട്ടിൽ ആരൊക്കെ ഉണ്ട്? എന്താ ജോലി ചെയ്യണത്? കേട്ടാ, അപ്പൊ ഡ്രൈവർ എന്ന് പറഞ്ഞില്ലേ? വാഹനം ഓടിക്കുന്ന നല്ലൊരു സമ്മാനം ഉണ്ടായിരുന്ന പോയില്ലേ? ഈ പാട്ട് നമുക്ക് തരാതിരിക്കോ? എന്തായാലും ഞങ്ങൾ കൂടെ വന്നതിന് അല്ല പത്ത് ഈ ആളുകളെ മക്കാറാക്കണ പണികളുണ്ടല്ലേ? നിങ്ങൾ കയ്യെടുത്തല്ലേ? എത്ര അടുത്തറിഞ്ഞിട്ട് പോലും പാട്ടുണ്ട് അങ്ങനെ പറയുന്നത്. ഞാൻ വല്ല വേണ്ടതിനെ കളിച്ചോ? നിങ്ങൾ നേരത്തെ എന്നോട് റൂമെടുക്കുന്ന കൊണ്ടേതല്ലേ? അത് പാത്ത് ഞാൻ ഫ്ലോർ എങ്ങനെ പറഞ്ഞതാ പാത്ത്. ഞാൻ പാത്തിന് അങ്ങനെ ചെയ്യോ? അല്ലെങ്കിൽ ഒക്കെ അറിയാം എന്റെ മാവേലി ഒന്നും ചെയ്യൂല. എനിക്ക് ദാഹിക്കുന്നുണ്ട് മാവേലിയെ. അത് പാതാളത്തിന്റെ മുഴുവൻ ലോണെടുത്താലും നിന്റെ വ്യക്തമാർഗം എനിക്ക് തോന്നുന്നില്ല. നിന്റെ വയറ്റിൽ കൊക്കപ്പുഴാണ് പാത്തിന്. അറിയില്ലേ മാവേലിയെ? ചില സമയങ്ങളിൽ അങ്ങനെയാ. ഒരു കാര്യം ചെയ്യാം, നമ്മുടെ അടുത്ത ലക്ഷ്യസ്ഥാനത്ത് പാത്ത് കണ്ണു തുറക്കണ്ട. കണ്ണു തുറന്ന പലതും വാങ്ങാനും കഴിക്കാനും ഒക്കെ പാത്തോട് തോന്നും. അതുകൊണ്ട് പരിപാടി വേണ്ടാന്ന്. സുഖമല്ലേ? എന്ത് പറയുന്നു? യാത്രയിലാണോ? ആക്റ്റീവ് ആണോ? പ്രജകളെ കണ്ട് മൈൻഡ് ചെയ്യാൻ പോകുന്ന പറ്റൂ. സംസാരിക്കൂ. നടക്കട്ടെ. എന്താ മോന്റെ പേര്? അർഷാദ്. എന്റെ പേരെവിടെ? പഠിക്കുന്നത് ബിടെക്. ഞാനില്ല ആരും ചോദിച്ചിട്ട് പേരെവിടെയെന്ന്. പേരെവിടെ മോന്റെ? കൊണ്ടോട്ടിയാണല്ലേ? എന്തിനാ വന്നത്? പഠിച്ചത് ആരെ? നിങ്ങളാ? ഫ്രണ്ടാണ്. അന്റെ പേരെന്താ മക്കളെ? ചിന്ന. അന്റെ പേരെവിടെയാണ്? വേങ്ങരല്ലേ? സമ്മാനം കൊടുക്കണ്ടേ? സമ്മാനം തരണമെങ്കിലേ ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയണം. കുട്ടിയുടെ മക്കാറാക്കുന്ന പണി പാസ് നിർത്താറായില്ലേ? ഞാൻ അങ്ങോട്ട് ചോദ്യം ചോദിക്കട്ടെ? ശരിയായിട്ടുള്ള ഉത്തരം പറഞ്ഞാ ഞാൻ സമ്മാനം തരും. ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നിങ്ങൾ മലയാളത്തിൽ തന്നെ ഉത്തരം പറയണം. പറ്റോ? അത് പെരയിടുന്നാർന്നേ? എങ്ങനെ വന്നത്? ആ എങ്ങനെ വന്നത്? എന്ത് വാഹനമായിരുന്നു? 4 ചക്ര വാഹനം. 4 ചക്ര വാഹനത്തിന് പേരെന്താ? ജീപ്പാണോ, കാറാണോ, ലോറിയാണോ? അങ്ങനൊന്നും ഇല്ലാന്നോ? പോക്കറ്റിൽ ഇട്ടിരിക്കുന്നുണ്ടാ? കുപ്പായം. അതിലെന്താ? അതെന്താ? അതെന്താ? ടെലിഫോൺ നമ്പർ എത്ര? ടെലിഫോൺ നമ്പർ എത്ര? 946 എത്ര? 0483. എവിടെ പഠിക്കുന്നവിടെ? എവിടെ പഠിക്കുന്നു? ഏത് വിദ്യാലയത്തിലാ? ഏത് വിദ്യാലയത്തിലായിരുന്നു? കേട്ടില്ല. കോളേജിൽ ഇംഗ്ലീഷ് അല്ലേ? അപ്പൊ എന്റെ കുട്ടി തോറ്റു പോയി. പറഞ്ഞിട്ട് എന്താ കാര്യം? നടത്തുന്ന വിദ്യാലയം അങ്ങനെയൊക്കെ പറയാം. കാർഷിക കോളേജ്. കാർഷിക കോളേജ് പറയാൻ പറ്റില്ല. കാർഷിക എപ്രാവശ്യം നിങ്ങൾ എന്തായാലും രണ്ടാളും തോറ്റിട്ടാ. അതുകൊണ്ട് സമ്മാനമില്ല. പഠനശാല എന്ന് പറയുന്നത്. കണ്ട ഈ ചേട്ടൻ സൂപ്പറാണ്. എന്തായാലും രണ്ടാളും ഞങ്ങളെ പ്രോഗ്രാമിൽ വന്നിട്ട് പാത്തിന് കഴിക്കാൻ പഠിപ്പിച്ചില്ല. കേൾക്കണത് ഞാനൊരു കാര്യം പറയാം. എന്താ ശരി ശരി അങ്ങനെ തന്നെ പറ്റോ? എങ്ങനെയുണ്ട് ഞങ്ങളുടെ നാട്? കൊള്ളാം. ഞാൻ പോയതിനേക്കാൾ അല്പം ചിലപ്പോൾ പരാജയങ്ങളെല്ലാം ഉണ്ട്. എന്നാൽ പോലും എന്റെ പ്രജകളെ കാണുമ്പോ എനിക്ക് വളരെ സന്തോഷം തോന്നുന്നു. പത്തു അല്ല മൊബൈലേ, ഇപ്പൊ ഒരു ഓണം ബമ്പർ ഇട്ടേരോ? നിങ്ങൾ കാരണം ഓണം ബമ്പർ ഉണ്ടായത് ഇന്നത്തെ ഓണം. ഓണം ബമ്പർ എന്ന് പറഞ്ഞാൽ സംഭവം കാരണം 25 കോടി സർക്കാർ കൊടുക്കുന്നത്. ഞാനിവിടെ പോയ അങ്ങനെ ഉണ്ടായോ? നമുക്ക് ഒന്ന് എടുക്കമാവല്ലേ? എനിക്ക് വേണം. എന്റെ കയ്യിൽ ഗൂഗിൾ പേ ഇല്ല. ഈ പേ മാത്രമേ ഉള്ളൂ. പാതാളം പേ കൊടുക്കും. പാതാളം ടിക്കറ്റ് കൊടുക്കും. 10 ഇതാണോ ടിക്കറ്റ്? ഓ 25 കോടിക്കല്ലേ കിട്ടല്ലേ? എന്തെങ്കിലും സ്കാൻ ചെയ്താൽ ഓക്കെ. സ്കാനറോടെ ഇവിടുത്തെ സ്കാനർ എടുക്കൂ. തിരിച്ചു പിടിക്കൂ. എത്ര ടിക്കറ്റിന്? എത്ര?
500. അതിപ്പോ കയറിക്കാണോ? അല്ലെങ്കിൽ എന്റെ മാവേലി പുയ്യ. ടിക്കറ്റ് കണ്ട പേര് എടുത്തു വെച്ചില്ല. ആ പിന്നെ ഞാൻ മടിയിൽ എടുത്തിട്ടുണ്ട്. എന്തായാലും അടിച്ചു കഴിഞ്ഞ് കുറച്ച് പൈസക്ക് തന്നേക്കണേ. പാതാളത്തിന് ഫണ്ടില്ല. പാതാളത്തിന് പണ്ടൊക്കെ കാര്യമാണ്. ഇവിടുത്തെ പോലെ തന്നെ ഇവിടെ ദാരിദ്ര്യം, അവിടെയും ദാരിദ്ര്യമാക്കുന്നത്. ഞാൻ നിന്നോട് പറഞ്ഞില്ലെന്ന് മാത്രം. നീ അത് വാങ്ങി ഇത് വാങ്ങുന്ന പറയുമ്പോ എന്റെ ലിക്വിഡ് മണില്ല. അതുകൊണ്ടല്ല ഞാൻ സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ പേരറിയോ പാത്തൂന്? പാതാള സ്കാനർ. ഇതിനേക്കാളും നല്ലത് നിങ്ങൾ പാതാളത്തിൽ പോണ തന്നെയായിരുന്നു മാവേലിയെ. സുഖല്ലേ? അങ്ങോട്ട് നോക്കും. ഇവിടെ ഓണത്തിക്കുന്നുണ്ട്. അങ്ങോട്ട് നോക്കും. ഇത് നടന്നു വാങ്ങിയത് എന്റെ ഒരു പൈസന്റെ കാര്യം. ടിക്കറ്റ് ചിപ്സ് തിന്നണം. വേണ്ട. 10 തത്ത ചത്തു ചത്ത തത്ത പത്ത് എന്ന് പറഞ്ഞേക്ക്. 10 തത്ത ചത്തു ചത്ത തത്ത പത്ത്. ഓള് പറയൂട്ട. ഓള് കാത്തിട്ടുണ്ട് പറയാന്. 10 തത്ത ചത്തു ചത്ത തത്ത പച്ച. 10 തത്ത ചത്തു ചത്ത തത്ത പച്ച. യെസ്, വെരി ഗുഡ്. വെരി ഗുഡ്. മോളെ പേരെന്താ? ഹാന. ഹാനമോൾക്ക് നല്ലൊരു കേക്ക് കൊടുക്കാം. ഹാനമോൾക്ക് കയ്യടി മാത്രല്ല നമ്മള് സമ്മാനം കൊടുത്തിട്ടുണ്ട്. സമ്മാനുണ്ടോ? പാട്ടിടും പാടാം. എന്താ കൊടുത്തോട്ടെ സമ്മാനം? ഒറ്റപ്പാട്ട്. പാടിക്കോളൂ. ഏതാ പാട്ട് കൊടുത്തതാ? ഉണ്ട് സഖി. ഓക്കെ. ഒരു കുലമുന്തിരി വാങ്ങിടുവാനായി നാലെണ്ണ കയ്യിൽ ഉണ്ട് പ്രിയേ കൽവിലൊരാശ മുന്തിരി തിന്നിടുവാൻ ഉണ്ട് സഖി. ഒരു കുലമുന്തിരി വാങ്ങിടുവാനായി നാലെണ്ണ കയ്യിൽ ഉണ്ട് പ്രിയേ കൽവിലൊരാശ മുന്തിരി തിന്നിടുവാൻ. നല്ല പാട്ട്. അപ്പൊ എന്തായാലും സമ്മാനം കൊടുക്കണം അല്ലേ? ഒരു മുഹബത്തിന്റെ സമ്മാനം കൊടുത്താണ് പാത്തു. വേണ്ട വേണ്ട. ഞാൻ സമ്മാനം എടുത്തിട്ട് വരേ. അപ്പൊ നമുക്ക് ആദ്യമായിട്ട് 3 ക്വസ്റ്റ്യൻ ആൻസർ 3 തവണ തെറ്റാതെ പറഞ്ഞ ഈ മിടുക്കിക്കാണ് സമ്മാനം കൊടുക്കണം. പേരെന്താ പറഞ്ഞു? അനക്ക് നല്ലൊരു കയ്യടി. ആദ്യം കയ്യടി. പിന്നെ ഇത് ഓറഞ്ച് പീരിയഡ് അടി ഇടി വെടിപ്പൊക്ക ടീമിന്റെ ഒരടിപൊളി സമ്മാനം. പിന്നെ പാട്ട് പാടിയ 2 മിടുക്കികളുണ്ടല്ലോ, അവർക്ക് ഇതാ ഓറഞ്ച് ടീമിന്റെ അടുത്ത സമ്മാനം. ഓക്കെ. അപ്പൊ ഹാപ്പി വേണം പാത്തു. വിശക്കുന്നില്ല, കഴിക്കാൻ വന്നേ. അത് മാവേലി കാക്ക, ഇതാ ഞാൻ പറഞ്ഞ ആൾക്കാര്. ഫാമിലി എന്ന് പറഞ്ഞില്ല ഞാൻ ഇവിടെ പാർക്കിലുള്ളവര്. ഞാൻ പഠിപ്പിച്ചെന്ന ചോദ്യങ്ങളൊക്കെ ചോദിക്കുക. നീ പഠിപ്പിച്ച ചോദിച്ചാൽ അവിടെ അവർ ചോദിച്ചില്ല. ഇനി ചോദിക്കണം. ഇവര് മലയാള ഭാഷ പിതാവിന്റെ നാട്ടുകാരല്ലേ? എന്നെ പാത്ത് പഠിപ്പിച്ച ഒരുപാട് ഐഡിയകളുണ്ട്. പാത്ത് ഞാൻ പറഞ്ഞോട്ടെ. അത് ശരി. എന്താ മക്കളെ എന്റെ പേര്? ഫൈസാന. എന്റെ പേരെന്താ? ഷിബിലി. നിങ്ങളെ പേരെന്താ? മുസിന. ഷെഫീഖ്. മുഹാസ്. ഉണ്ണിന്റെ പേരെന്താ? ആദി. അസ്മ. നിങ്ങളൊക്കെ തൃക്കാലക്കാരാ? അപ്പൊ നിങ്ങളോട് ചോദിക്കണോ? ഓക്കെ. ഇത് മാത്രം പറയാം. മലയാളത്തിൽ ശുദ്ധമായ മലയാളത്തിൽ കോളേജിലെ മുരളി കളരി പഠിച്ചു എന്ന് പറഞ്ഞു. ആരാ പഠിച്ചത്? എന്താ പഠിച്ചത്? കോളേജിലെ മുരളി കളരി പഠിച്ചു 3 വട്ടം തെറ്റാതെന്ന് പറഞ്ഞു. അല്ലല്ല, അളിയനല്ല, അളിയൻ പറ, ഞങ്ങള് കേക്കട്ടെ. നല്ല കൈയ്യടി കൊടുത്ത് പാത്തു. നല്ല കൈയ്യടി കൊടുത്ത കൈയ്യടി. കോളേജിലെ മുരളി എന്താ പഠിച്ചത്? ആരാ പഠിച്ചത്? ഒന്ന് ഒറ്റ വട്ടം തെറ്റാതെ പറഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് ഓറഞ്ച് സമ്മാനം റെഡിയായി. ഓക്കെ. സമ്മാനം കൊടുക്കണ്ടേ? ഞാൻ പോയിട്ട് സമ്മാനം എടുത്തിട്ട് വരാം. നീ എവിടെ കൊണ്ടുവച്ചേക്കുന്നത്? നീ എടുത്തിട്ട് വാ പാത്തു. ഇതെന്താ എന്നെ ചെന്നെടുത്തിട്ട് വാടി. പാട്ടിന് ഒരുപാട് ഐറ്റം അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ട്. ഓറഞ്ച് ടീമിന്റെ അടി ഇടി വെടി പുക സമ്മാനങ്ങൾ എല്ലാവർക്കും. ഓക്കെ. സന്തോഷം. ഹാപ്പി വേണം. ഓക്കെ. ബാബാത്തു.
പാത്തുവിനെ കല്യാണം കഴിച്ചാൽ മതിയായിരുന്നു. പാത്തു പാത്തു എന്താ ആലോചിക്കുന്നത്? ഒന്നുമില്ല. പാത്തു, പാത്തുവിന്റെ സാന്നിധ്യത്തിൽ എനിക്ക് ഒരുപാട് പ്രജകളെ കാണാൻ കഴിഞ്ഞു, വ്യാപാര സ്ഥാപനങ്ങൾ കാണാൻ കഴിഞ്ഞു, ഒത്തിരി പേർക്ക് സമ്മാനം കൊടുക്കാൻ കഴിഞ്ഞു. എല്ലാ അർത്ഥത്തിലും ഞാൻ സന്തോഷമാണ്. ശരിയാ, മാവേലിക്ക് സന്തോഷായി, എനിക്ക് സന്തോഷായി. മാവേലി വന്ന കാരണം എനിക്ക് ആരൊക്കെ ഉള്ള പോലെ തോന്നി മാവേലി. ആണോ? പക്ഷെ ഇപ്പൊ പോവാന്നറിയുമ്പോ സാരില്ല പാത്തു. പാത്തു പാത്തു പോരുന്നു. അതിപ്പോ ഓരോട് ചോദിക്കാത്ത എങ്ങനെയാ? എന്ത്? അല്ല, മാവേലിയുടെ കൂടെ പോരുന്നത്. കൂടെ പോന്നാ പോണ വഴിക്ക് ഇറക്കി തരാം, അവരെന്നെ കൂട്ടി കൊടുന്നല്ലേ, അതാ പറഞ്ഞത്. അല്ലാണ്ട് കാട് തരണ്ട കേട്ടോ. അടി ഇടി വെടി പുക, അടി ഇടി വെടി